അയ്യ എന്താ ഇത് വല്ലാതെ എരിയുന്നുണ്ടല്ലോ. ഇതെന്താ കോഫിയിൽ ഉപ്പ് എരിവും ചേർത്തോ? ഷുഗറും കോഫി പൗഡറും അല്ലേ ഇടേണ്ടേ? എന്റെ കോഫിയിൽ അവളെ ഉപ്പിട്ടത് ചേച്ചി. എന്റെ കോഫിയിലുള്ള മുളക് പൊടി ഇട്ടെന്നാ തോന്നുന്നേട്ടാ. നല്ല കാര്യമായി. നിങ്ങളുടെ കോഫി കുടിക്കാൻ നിന്നത് എന്റെ മാത്രം തെറ്റാ. വേഗം ചെന്നോ. എന്താ എടുത്ത് ഇവര് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഇവരെന്റെ ജീവൻ എടുക്കുന്ന തോന്നേ. ഒരാളും മുറപ്പെണ്ണും ഒരാള് ചേച്ചിയുടെ മോളും അല്ലേ. സമയം പോകാൻ വേണ്ടി നിന്നോട് തമാശ കാണിക്കുക. ഇതെന്ത് കളിയാ എടുത്തേ? ഇനി മുതൽ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി. ശരി എടുത്തി. എന്റെ അമ്മേ, ഇനി ആരോടും ഞാൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്ത് വേണോ അത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. അതായിരിക്കും ബെറ്റർ. അപകടം നടന്ന സ്ഥലത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞ ആള് ഇതുവരെ വന്നില്ലല്ലോ. ദമയന്തി, സൂക്ഷിച്ച് താഴെ വീഴും. നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞിനെ നുള്ളി കരയിച്ചിട്ട് തൊട്ടിലാട്ടുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അതിനു മാത്രം ഞാനിപ്പോ എന്താ ചെയ്തത് ദമയന്തി? നീ താഴെ വീഴാൻ നേരം ഒന്ന് പിടിച്ചതിനാണോ നീ ഈ പറയുന്നത്? ഞങ്ങളെ മുകളിൽ വരാതെ നീയല്ലേ ചവിട്ടി താക്കുന്നത്? എന്തോ പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന പോലെ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നേ? എന്താ വസുകാര്യം? ആ, നിങ്ങളുടെ മരുമകളെ ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മേ. എല്ലാവരും കൂടെ ചേർന്ന് ഇനി എന്നെ വഴക്കു പറയാൻ വരണ്ട. എന്തിനാ ദമയന്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഞങ്ങളുടെ ശത്രു ഒന്നും അല്ല, അനിയത്തിയാണ്. പേരിനാണ് അനിയത്തി, എന്നാ പുറത്തു കിടക്കുന്ന ചെരുപ്പിനെ പോലെയാ നോക്കുന്നത്. നീ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ നല്ലവരാ. അതെ, ഞങ്ങള് മാത്രമാണ് മോശക്കാര്. ഞങ്ങളെ ആർക്കും പിടിക്കില്ലല്ലോ. ചേച്ചി, ചേച്ചി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാ. വെറുതെ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. അങ്ങനെയല്ല അഖിലേ, ഞങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് നിന്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. അഭി വരുന്നുണ്ട്, വഴക്ക് കൂടാതിരിക്കെ. എന്തുപറ്റി? എന്തായാലും വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ പോയ കാര്യം എന്തായി? ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഫൂട്ടേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഖിൽ, പോയി ലാപ്ടോപ്പ് എടുത്തിട്ടോ. ശരി ഏട്ടാ. അബി, നമ്മുടെ ഉണ്ണിയുടെ ഒരു തെറ്റുമില്ല ഇതില്. തെറ്റല്ല ആ ബൈക്കുകാരൻ്റെ ആണ്. അതെ ഏട്ടാ, അവൻ തന്നെ റോങ് സൈഡിലേക്ക് വന്ന് നമ്മുടെ ഉണ്ണി ഇടിച്ചിട്ടത്. ഇത് ആക്സിഡന്റ് അല്ല, ആരോ പ്ലാൻ ചെയ്ത് ഉണ്ണിയെ മനഃപൂർവ്വം അപകടപ്പെടുത്തിയിരിക്കുക. ആക്സിഡന്റ് ഉണ്ടാക്കിയവന്റെ മുഖം ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ CC ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവന് നേരത്തെ അറിയാമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാ അവൻ മുഖം കാണാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അവൻ ആരാ അഭി? എന്തിനാ നമ്മുടെ ഉണ്ണി ആക്സിഡന്റിൽ പെടുത്താൻ നോക്കിയത്? അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടമ്മേ. അവരെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കാർത്തികയുടെ പണിയായിരിക്കൂ. ആരോ ഒരാൾ കാരണം ഉണ്ണി പിരിഞ്ഞു പോകുന്ന അമ്പലത്തിൽ വെച്ച് സ്വാമിജി പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ആപത്തുകളും ഉണ്ടാവുമെന്നും സ്വാമിജി പറഞ്ഞിരുന്നു.
എങ്ങനെയെങ്കിലും അവൻ ആരെന്ന് കണ്ടുപിടിച്ച് പറ്റുമോ ബി? ആ ബൈക്കുകാരനെ കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ പിന്നിലുള്ളവരെ നമുക്ക് കണ്ടെത്താം. അയാളെ കണ്ടാ മനസ്സിലാകുന്ന കുട്ടികൾ പറയുന്നത്, പക്ഷെ ഇതിൽ മുഖം കാണാൻ പറ്റുന്നില്ല. ആക്സിഡന്റ് സ്പോട്ടിലുണ്ടായിരുന്ന ഐസ്ക്രീം കടക്കാരൻ പോലും അവനെ തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. ഏട്ടാ, ആ ബൈക്കിന്റെ നമ്പർ. ഞാനും അത് തന്നെയാണ് നോക്കുന്നത് വസുന്ധര. ആ നമ്പർ എടുത്തോണ്ട് പോയിട്ട് RT ഓഫീസിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബൈക്കുകാരന്റെ മുഴുവൻ വിവരവും കിട്ടത്തില്ലേ? അതെ അബി, അതുപോലെ ചെയ്യേ. അവൻ ആരാന്നറിയാൻ പറ്റും. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാരാണെന്ന് കണ്ടുപിടിക്കണം അബി. അവരെല്ലാവരും ജയിലിൽ അടയ്ക്കണം. അവന്റെ പിന്നിലുള്ളത് ഒരുപക്ഷെ കാർത്തികയായിരിക്കും. അവൻ ടാർഗറ്റ് ചെയ്തത് നന്ദിനിയല്ലേ? പിന്നെ ഉണ്ണി എന്തിനെ ഇടിച്ചിട്ടത്? ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും അവരെ ഞാൻ വീട്ടിലേട്ടെത്തി ഉറപ്പായി ഞാൻ ജയിലിനകത്താക്കും. അവരുടെ കഥ ഞാൻ കഴിച്ചിരിക്കും. അഭി തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ കാർത്തികയുടെ അവസാനം എന്നർത്ഥം. അവളെ ഫോൺ ചെയ്തിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കണം. പറ്റുമെങ്കിൽ ഒന്ന് സൂക്ഷിക്കാനും പറയണം. ഈ ബൈക്കുകാരന്റെ പിന്നിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? നീ പറഞ്ഞതുപോലെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് വന്നു കാർത്തികേ. ഉണ്ണിയെ സേവ് ചെയ്ത പേഴ്സൺ ആയതുകൊണ്ട് അവരെന്നെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്തു. അവരൊക്കെ നല്ല മൂർച്ചയുള്ള ആയുധങ്ങളാ മാഡം. മധുരമായിട്ടായിരിക്കും സംസാരിക്കുന്നതൊക്കെ, പക്ഷേ അവരുടെ പ്രവൃത്തിയെല്ലാം ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും. അവര് മൂർച്ചയുള്ള ആയുധമാണെങ്കിൽ ഞാൻ വിഷം പുരട്ടിയ ആയുധമാണ്. ഞാൻ വിചാരിച്ചാൽ അത്രയും ആൾക്കാരെയും കൊല്ലാൻ കഴിയും. എന്നാ ആ ജോലി ചെയ്യണം മാഡം. എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഉണ്ണി എന്നോട് അടുപ്പം കാണിക്കണം. സ്വത്ത് എന്റെ കയ്യിൽ കിട്ടണം. വേണമെങ്കിൽ അതിനുശേഷം നിന്റെ പ്രതികാരം തീർത്തോളൂ. അപ്പോ എന്റെ പ്രതികാരം തീർക്കാൻ മാഡം സഹായിക്കില്ലേ? ആദ്യം നീ എനിക്ക് ഹെൽപ്പ് ചെയ്യേ, അതിനുശേഷം ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാം. ആരാ? എന്റെ ആന്റി. പറ ആന്റി. നമ്മുടെ ഉണ്ണിക്ക് ആക്സിഡന്റ് പറ്റിയിരിക്കുക. അത് നീയാണോ ജയിച്ചത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണം? അല്ല, വസുവിനെ വിട്ട് ഉണ്ണി പിരിയൂന്ന് അമ്പലത്തിൽ വെച്ച് ഏതോ തിരുമേനി പറഞ്ഞത്ര. അതുമാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ തിരുമേനി പറഞ്ഞതാ. അത് നീയായിരിക്കുമെന്ന് ഒരു സംശയം തോന്നിയത് കൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതാ. ഞാനല്ല ആന്റി. എനിക്കതിന്റെ ആവശ്യം എന്താ? എന്തോ ഈ വീട്ടുകാരോട് പ്രതികാരം ചെയ്യാൻ നീ കാത്തിരിക്കല്ലേ, അതുകൊണ്ട് നീ ആയിരിക്കും എനിക്ക് തോന്നി. ഈ ഡൗട്ട് ആന്റിക്ക് മാത്രമേ ഉള്ളോ അതോ വീട്ടിലുള്ളവർക്കും ഉണ്ടോ? അങ്ങനെയൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ അഭിയുണ്ടല്ലോ, ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ CCTV ഫുട്ടേജ് കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഉണ്ണിയെ ഇടിച്ചിട്ട് അവന്റെ ബൈക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇടിച്ചവന്റെ മുഖം ശരിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവൻ മനഃപൂർവ്വമാണ് ഇടിച്ചിട്ടതെന്നും അവന്റെ പിന്നില് ആരൊക്കെയോ ഉണ്ടെന്നും ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നീയല്ലല്ലോ? ഞാനല്ല ആന്റി. വയ്ക്കാണേ. ഒരു മിനിറ്റ് നിക്ക്. എന്താ? നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഞാൻ ഇവിടെ കിടന്ന് ചാവും. ശരി ആന്റി, ബൈ. എന്തു പറ്റി കാർത്തികേ? ഞാൻ മാഡത്തിനോട് നേരത്തെ പറഞ്ഞതല്ലേ, അഭിയേട്ടനും വസുവേട്ടത്തിയും വളരെ ഡേഞ്ചറാണ്, സൂക്ഷിക്കണമെന്നൊക്കെ. ഇപ്പൊ എന്താ ഉണ്ടായത്? അഭിയേട്ടൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ CCTV ഫുട്ടേജ് എടുത്തിരിക്കുകയാണ്. അതില് ആ ബൈക്കുകാരൻ വേണോന്ന് വെച്ച് ഇത് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായി. ഓ, അവരത്രയും ഫാസ്റ്റ് ആണോ? ഉണ്ണിന്ന് വെച്ചാ അഭിയേട്ടനും വസുവേട്ടത്തേക്കും ജീവനാണ്. അവന്റെ ദേഹത്തൊരു ഈച്ച പോലും വന്നിരിക്കാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെയുള്ളപ്പോഴാ നമ്മൾ ആക്സിഡന്റ് ചെയ്യിപ്പിച്ചത്. അവര് വെറുതെ ഇരിക്കോ? അവരെത്ര അന്വേഷിച്ചാലും നമ്മളെ കിട്ടില്ലല്ലോ. അവർക്കൊരു തുമ്പ് കിട്ടിയാ മതി, എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. അവർക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയാ മതി, അവരിങ്ങെത്തും. അതൊന്നും അത്ര ഈസി ഒന്നുമല്ല, നീ വിഷമിക്കണ്ട. അതിനുള്ളിൽ ഉണ്ണിയുമായി അടുപ്പത്തിലായി ഞാൻ അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും.
നമ്മുടെ പ്ലാൻ ഇതാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണിയേക്കാൾ മുന്നേ അഭിയേട്ടനും വസുവേടത്തിയും നമ്മളെ തിരഞ്ഞിവിടെ എത്തും. അവര് നിന്നെ നല്ലോണം പീഡിപ്പിച്ചിരിക്കുകയാണല്ലോ. പക്ഷെ നീയുള്ളത് എന്റെ വീട്ടിലാണെന്ന് മറക്കാതെ. ഞാൻ വിചാരിച്ചത് നടക്കുന്നത് വരെ എന്നെ ആർക്കും തന്നെ തൊടാനാവില്ല. അതാണ് ജാനകി. അമ്മേ ഒന്ന് വാ. അമ്മേ അമ്മേ വേഗം വാ. ഉണ്ണി 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 വസുന്ധര എന്തു പറ്റിയടോ? ഉണ്ണി എവിടെ? ഉണ്ണി ആരോ തട്ടിക്കൊണ്ടു പോയി. പെട്ടെന്ന് വാ, ഉണ്ണി കണ്ടുപിടിച്ച് രക്ഷിച്ചോണ്ട് വരണം. വസുന്ധര കാം ഡൗൺ, റിലാക്സ്. ഉണ്ണി ആരും കൊണ്ടുപോയിട്ടില്ല. ഇതെല്ലാം തന്നെ സ്വപ്നമാണ്. സ്വപ്നോ? അല്ല, എന്റെ കൺമുന്നിൽ വെച്ച് ഉണ്ണിയെ ബലം പ്രയോഗിച്ച് അവനെ തട്ടിക്കൊണ്ടുപോയി. ഉണ്ണി അമ്മ അച്ഛന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയെ രക്ഷിക്കണം, പെട്ടെന്ന് വാ ഏട്ടാ. എടോ, ഉണ്ണി സേഫായി വീട്ടിൽ തന്നെ ഉണ്ട്. വിശ്വാസം വരുന്നത്. ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. വസുന്ധര ഉണ്ണിയെ കണ്ടില്ലേ? ഇനി വാ. ഇന്ന് എന്റെ മനസ്സിൽ ആപത്ത് വരുന്ന പോലെ തോന്നുന്നു. ആ സ്വാമിജി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ സത്യമായിക്കൊണ്ടിരിക്കുക. ഉണ്ണി എന്നെ വിട്ട് ദൂരെ എവിടേക്കെങ്കിലും പോകുന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഞാനുള്ളിടത്തോളം ഉണ്ണിയെ നമ്മളിൽ നിന്ന് ആർക്കും പിരിക്കാൻ കഴിയില്ല. അവനെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. ഉണ്ണി എന്നെ വിട്ട് പോയാ എനിക്കിത് താങ്ങാൻ കഴിയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഉണ്ണി തന്റെ മാത്രം മകനല്ല, അവൻ എൻ്റെ മകനാ. അവന്റെ ദേഹത്ത് ഒരു ഈച്ച പോലും തൊടാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പേടിയാവാ ഏട്ടാ. എന്തിനാ ഇങ്ങനൊരു സ്വപ്നം കണ്ടതെന്ന് അറിയില്ല. ഉണ്ണി നമ്മളിൽ നിന്ന് പിരിയണമെന്ന് ആരാഗ്രഹിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല ഏട്ടാ. വസുന്ധര പ്ലീസ് റിലാക്സ്. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല. അവൻ ഒരാപത്തും വരാതെ ഞാൻ അവന് തുണയായി ഉണ്ടാവും. ഉണ്ണിയെ നമ്മളിൽ നിന്ന് പിരിക്കണമെന്ന് വിചാരിക്കുന്ന ആരാണെങ്കിലും ശരി, അതിനി എങ്ങനെയുള്ളവരാണെങ്കിലും അവരെ ഞാൻ എതിർത്ത് നിൽക്കും. എന്നെ വിശ്വസിക്ക്. വസുന്ധര കിടക്ക, റിലാക്സ് ചെയ്യ്. എന്താ മാഡം ഇത്? ദിസ് ഈസ് അബി ഫാമിലി. ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള ഉണ്ണിയുള്ളത്. അവനെ ആ ഫാമിലിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് എന്നെ നീ ഏൽപ്പിക്കണം. അത് അത്രയ്ക്ക് എളുപ്പമല്ല മാഡം. ആ ഫാമിലിയിൽ ഉണ്ണിയെ മാത്രമല്ല, ആരെയും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒത്തൊരുമയോടെ ജീവിക്കുന്നേ. എത്ര നാളങ്ങനെ ഇരിക്കും?
എന്നെങ്കിലും പുറത്തു വന്നല്ലേ പറ്റൂ. ആ ഫാമിലിയിലുള്ളവര് ചെതറിപ്പോകാതിരിക്കാൻ അഭിയേട്ടനും വസുവേട്ടത്തിയും ആ വീടിന്റെ രക്ഷകരായി നിൽക്കുകയാണ്. ഐ നോ. ആ ഫാമിലിക്ക് അഭിയും വസുവാണ് ബലം. അഭിക്കും വസുവിനും ആ ഫാമിലി ജീവനാ. പക്ഷെ എത്ര വലിയ കോട്ടയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു വിള്ളൽ വീഴാതിരിക്കില്ല. എത്ര ഉയർന്ന കുടുംബമാണെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ചിതറുക തന്നെ വേണം. മാഡം അവരെയൊക്കെ എങ്ങനെ പിരിയിപ്പിക്കും? നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. രാമായണത്തിൽ മന്ദര സീതയും രാമനെയും ലക്ഷ്മണനെയും വർഷങ്ങളോളം കാട്ടിലേക്ക് അയച്ചില്ലേ? മഹാഭാരതത്തിൽ ശകുനി കൗരവർക്കും പാണ്ഡവർക്കും കുരുക്ഷേത്ര യുദ്ധം നടത്താൻ മുന്നിൽ നിന്നില്ലേ? എന്തിനധികം ഇത്രയും വലിയ ഇന്ത്യൻ സാമ്രാജ്യത്തെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരല്ലേ ആധിപത്യം സ്ഥാപിച്ച് ഭരിച്ചത്? നമ്മളും അതേ രീതിയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോ സഹോദരന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കോ? യെസ്. ആദ്യം അഭി, ഭാസ്കർ, അഖിലിനുമിടയിൽ വഴക്കുണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കാൻ പോവുക. ആ കൂട്ടുകുടുംബത്തെ മുഴുവനായി ചിന്ന ഭിന്നമാക്കാൻ പോവുക. അതിനുശേഷം അവരുടെ ആകെ വരുമാനമായ സംസ്കൃതി ഇവന്റ്സിനെ വേരോടെ നശിപ്പിച്ച് അവരെ എല്ലാവരെയും ഞാൻ നടു റോഡിൽ കൊണ്ടു നിർത്തും. അപ്പോൾ അവരെ സഹായിക്കുന്ന രീതിയിൽ പകരമായി ഞാൻ ഉണ്ണിയെ ദത്തെടുക്കും. വേറെ വഴിയില്ലാതെ സമ്മതിക്കും. ഐഡിയൊക്കെ കൊള്ളാം. പക്ഷെ ഉണ്ണിക്ക് വേണ്ടി മാഡം ഇത്രയൊക്കെ ചെയ്യണോ? ഒന്നും തന്നെ വെറുതെ കിട്ടില്ല കാർത്തികേ. ഉണ്ണിയെ എനിക്ക് തരാൻ പറഞ്ഞ ആ ഫാമിലി സമ്മതിക്കോ? എന്റെ ഭർത്താവ് ഉണ്ണിയുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് എന്റെ പേരിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ അതിനാ വസു കയ്യൊപ്പ് വെക്കണം. ചുമ്മാ പോയി ചോദിച്ചാൽ അവളത് തരുമോ? അതുകൊണ്ട് ആദ്യം ആ കുടുംബത്തിന്റെ നട്ടല് പൊട്ടിച്ചിട്ട് അതിനുശേഷം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ നിന്നെടുക്കും. പക്ഷേ അതിന് കുറെ സമയം എടുക്കില്ല മാഡം? ആയിക്കോട്ടെ, ക്ഷമയുടെ ഓരോന്നും ഞാൻ പടിപടിയായി ചെയ്യും. അതുവരെ വസുവേട്ടത്തിയും അഭിയേട്ടനും മാഡത്തിന്റെ പ്ലാൻ ഗസ് ചെയ്യാതെ ഇരിക്കുവോ? അവിടെയാണ് നമ്മുടെ ബുദ്ധിസാമർഥ്യം കാണിക്കേണ്ടത്. അവരുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ അവരുടെ മുതുകിൽ കുത്തണം. കുറച്ച് റിസ്ക് ആണ് മാഡം, സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. അതിരിക്കട്ടെ, നിനക്ക് ആ ഫാമിലിയോട് സ്നേഹമൊന്നുമില്ലല്ലോ. സ്നേഹോ? എനിക്കെന്റെ പ്രതികാരം തീർക്കണം. അത് ഞാൻ മാഡത്തിനോട് പറഞ്ഞതല്ലേ. വസുവേട്ടത്തെയും അഭിയേട്ടനെയും നശിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് മാഡം വഴി സാധിച്ചാ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് നിന്നെ പാർട്ട്ണറായി ചേർത്തത്. നീയും ഞാനും ചേർന്ന് അവർക്ക് നല്ലൊരു പണി കൊടുക്കാം. താങ്ക് യു മാഡം. ഈ പ്ലാൻ എവിടെ നിന്നും തുടങ്ങണം? ഓൾറെഡി പ്ലാൻ സ്റ്റാർട്ടഡ്. ഉണ്ണിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി ഞാൻ ആ കുടുംബവുമായി അടുപ്പത്തിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആ ഫാമിലിയിലെ ഒരാളെ ആ ഫാമിലിയിൽ നിന്നും പുറത്താക്കണം, തമ്മിൽ തല്ലിക്കണം. അതിനുശേഷം സംസ്കൃതി ഈവന്റ്സിനെ ഇല്ലാതാക്കണം. 1 by 1 എല്ലാം ക്ലിയർ ചെയ്യാം. ഡൺ മാഡം, ഞാൻ റെഡിയാ.